അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഫിഖ്ഹിന് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് നോക്കിപ്പോയവർക്കൊക്കെ പരീക്ഷ വളരെ സിമ്പിൾ എന്നാണ് മനസ്സിലാവുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് താരീഖിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസർ ഒക്കെ നോക്കട്ടോ. ഒന്നാമത്തെ ചോദ്യമാണ് ശരി അടയാളപ്പെടുത്തുക. അപ്പൊ വെള്ളി നാണയം തന്നിക്കണു. പുറത്ത് ദീനാറുണ്ട്, ദിർഹമുണ്ട്, റിയാലുണ്ട്. ഏതാണ് വെള്ളി നാണയം? ദിർഹമാണ് ട്ടോ വെള്ളി നാണയം. ദീനാർ പറഞ്ഞാല് സ്വർണ്ണ നാണയാണ് ട്ടോ. ബൈത്തുൽ മാല് അതിന്റെ അർത്ഥം എന്താണ്? പൊതുഖജനാവ്. മസ്ജിദ്, ബാങ്ക് എന്താണ്? പൊതുഖജനാവ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രാമത്തെ ഖലീഫയാണ്? 1-ാം ഖലീഫ, 2-ാം ഖലീഫ, 3-ാം ഖലീഫ? എത്രാമത്തെയാണ്? 2-ാം ഖലീഫ. ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് പറയുന്ന പേരാണ് ഹാഫിളുകൾ. 1-ാം ഖലീഫ ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സമാധാന കരാറ്, അതിന് അറബി പറയണ വാക്ക് ഏതാണ്? സുൽഹ് എന്നാണ് ട്ടോ. അവിടെ തന്നിക്കണ എന്താണ്? ജിസിയ എന്നുണ്ട്. ജിസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതിയുടെ അറബി പദാട്ടോ ജിസിയ എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കട്ടോ. ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, യോജിച്ചവ ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ നോക്കിയിട്ട് യോജിച്ചവ ചേർത്ത് കൊടുക്കുക. ഒന്നാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതാണ്? അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര് ആർക്ക് കിട്ടിയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിട്ടിയല്ലേ. അടുത്ത യമാമ യുദ്ധം എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത് ഹിജ്റ 2-ാം വർഷം എന്നാണ്. അത് തെറ്റാണ്. ഹിജ്റ 12-ാം വർഷമാണ് യമാമ യുദ്ധം നടന്നിരിക്കുന്നത് കേട്ടോ. ചാരവർഷം എന്ന് പറയണ ഏതാണ്? ആമുർ റമാദ്. ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം ബൈഅത്ത് ചെയ്തത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഇനി അടുത്ത രൂപമാണ് അർത്ഥം എഴുതുക. അർത്ഥം എഴുതാനുള്ളതാണ്. ആകെ നമ്മുടെ താരീഖിലെ 5 പാഠത്തിൽ ഈ 2 ഹദീസേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് അതിന്റെ അർത്ഥം എല്ലാവരും നല്ലോണം പഠിക്കണം കേട്ടോ. പൂരിപ്പിക്കാൻ വന്നാലും അർത്ഥം എഴുതാൻ വന്നാലും നമുക്ക് വളരെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാഹുമ്മ അർലഅൻ ഉസ്മാന ഫഇന്നി അൻഹു റാദിൻ. അതിന്റെ അർത്ഥം എന്താണ്? സന്തോഷത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 600 ഒട്ടകങ്ങളോ 1000 ദീനാറൊക്കെ കൊടുത്ത സമയത്ത്. അതിന്റെ അർത്ഥം എന്താണ്? നീ ഉസ്മാനെ തൃപ്തിപ്പെടണം, അള്ളാഹുവെ നീ ഉസ്മാനെ തൃപ്തിപ്പെടണം, അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് കേട്ടോ. രണ്ടാമത്തെ എന്താണ്? അല്ലാഹുമ്മ ഇർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജ്അൽ മൗതി ഫീ റസൂലിക. അവ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും എങ്ങനെ? ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ത്? അപ്പൊ ഇതാണ് ഇതിന്റെ അല്ലാഹുമ്മ ഇർസുഖ്നി ഷഹാദത ഫീ സബീലിക വജ്അൽ മൗതി ഫീ റസൂലിക എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവെ എന്നെ നീ നിന്റെ റസൂലിന്റെ നാട്ടിൽ ഷഹീദായി മരിപ്പിക്കണമേ എന്നുള്ളത്. അപ്പൊ ഈ 2 ആകെ നമുക്ക് ഹദീസായിട്ട് പഠിക്കാനുള്ളൂ. അപ്പൊ നല്ലോണം അത് പൂരിപ്പിക്കാനും അതിന്റെ അർത്ഥമൊക്കെ എല്ലാ വിദ്യാർത്ഥികളും നല്ല പോലെ പഠിക്കട്ടോ. അതുപോലെ തന്നെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ച അനുഭവ സമ്പന്നരായ സ്വഹാബികൾ ആരെല്ലാം? ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആരാണ്? ഖാലിദ് ബിൻ വലീദ്, അതുപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് പറഞ്ഞ അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഭാരം ചുമന്നപ്പോ അസ്ലം റളിയല്ലാഹു അൻഹു ഞാൻ എടുത്തോളാറുണ്ടല്ലോ. അപ്പൊ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത്? എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അന്ത്യനാളിൽ എന്റെ ചുമടുകൾ നീ വഹിക്കുമോ എന്ന് തിരിച്ചു ചോദിച്ചില്ലേ. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. അന്ത്യനാളിൽ എന്റെ ചുമടുകൾ നീ വഹിക്കുമോ എന്നിട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ കുറിച്ച് ഗാന്ധിജി എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമ്മുടെ പാഠത്തിൽ നോക്കിയാൽ കാണല്ലേ, കണ്ടില്ലേ? ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗാന്ധിജി എന്തായത് പറഞ്ഞത് കേട്ടോ. അടുത്തതും ഉത്തരം എഴുതാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര എന്നുള്ളതാണ്. ഹിജ്റ 11 to 13 വരെ, അതായത് 2 വർഷവും 3 മാസവും 8 ദിവസവും. മുസ്ഹഫ് പകർത്തി എഴുതാൻ ആരോടാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? മുസ്ഹഫ് പകർത്തി എഴുതാൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിച്ചു. മുസ്ഹഫ് പകർത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഖുർആൻ സമാഹരണം നടത്താൻ പറഞ്ഞിരിക്കുന്നത് അത് നടന്നിരിക്കണ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്താണ് കേട്ടോ. പകർത്തി എഴുതിയത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പൂരിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെ ഡാഷ് എന്ന മുനാഫിക്ക് കുപ്രചാരണങ്ങൾ നടത്തി. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന് കുപ്രചാരണങ്ങൾ നടത്തിയ മുനാഫിക്ക് ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു സബഹ്. അത് പഠിക്കുമ്പോ തന്നെ നമ്മളെ പുസ്തകത്തിൽ നോക്കിയിട്ട് എന്താണ് കുപ്രചാരണങ്ങൾ നടത്തിയെന്നുള്ളത് പഠിക്കട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് കേട്ട് പഠിക്കട്ടോ. സുബിഹി നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഡാഷ് എന്ന ശത്രുവിന്റെ വെട്ടേറ്റായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്ത്. ആരുടെ വെട്ടേറ്റായിരുന്നു? അബൂ ലുഅ്ലുഅ എന്ന ശത്രുവിന്റെ ട്ടോ. ജിസിയ സംവിധാനം വഴി അമുസ്ലിങ്ങൾക്ക് ഡാഷ് ഉറപ്പാക്കുകയും ചെയ്തു. എന്ത് ഉറപ്പാക്കുകയാണ് ചെയ്തത്? ജിസിയ സംവിധാനം വഴി അമുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. അതാണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മക്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത് എവിടെയാണ്? ഹുജറത്തു ഷരീഫയിലാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനനം ഡാഷ് ആണ്. എന്നാണ്? ക്രിസ്താബ്ദം 573 ജനനം പഠിക്കുക, മരണം പഠിക്കട്ടോ, വർഷങ്ങള്. ഇനി അടുത്തത് 2 എഴുതാന് 3 എഴുതാനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സിദ്ദീഖ് റളിയല്ലാഹു ഒന്നാമനായ കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങൾ പറയണ്ടല്ലോ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ. എന്തൊക്കെയാണ്? പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി. ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകിയത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഖലീഫ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിയുടെ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നതും ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിക്കുക. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാംസ്കാരിക ഭരണ നേട്ടങ്ങൾ എന്ന് 2 എഴുതാന്. നമ്മുടെ പുസ്തകത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണ നേട്ടങ്ങൾ സാമൂഹികമായതും സാംസ്കാരികമായതും രാഷ്ട്രീയമായതും പറയുന്നുണ്ട്. സാംസ്കാരികമായത് ചോദിച്ചാൽ അതേ എഴുതാൻ പറ്റുള്ളൂ. ഹിജ്റ കലണ്ടർ, അതുപോലെ ഭരണ സംവിധാനങ്ങള്. ഈ പരീക്ഷയ്ക്ക് സാമൂഹികമാണ് ചോദിക്കണമെങ്കിൽ ഭക്ഷ്യസുരക്ഷ, അതുപോലെ യാത്രാ സൗകര്യങ്ങൾ, അത് രണ്ടുമാണ് എഴുതേണ്ടത്. ഈ രാഷ്ട്രീയ നേട്ടങ്ങളാണ്, ഉമർ റളിയല്ലാഹുവിന്റെ ഭരണപരമായ രാഷ്ട്രീയ നേട്ടമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രവികാസം, അതുപോലെ സൈനിക നീക്കങ്ങൾ, അതാണ് എഴുതേണ്ടത്. ഇങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണ നേട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമല്ല എഴുതും ചെയ്യാട്ടോ. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ ഏതൊക്കെയാണുള്ളത്? ആകെ 3 പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഖുർആൻ സമാഹരണം, അതുപോലെ സകാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. ഇത് 3 അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണ നേട്ടം. ഇതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കള്ളപ്രവാചകന്മാരുടെ പേരുകൾ. അതിന് 3 എഴുതാൻ വരും കേട്ടോ. അപ്പൊ അതും കൂടെ പഠിക്കുക. ഈ 4 ഭാഗത്തു നിന്നാണ് 2 3 ക്വസ്റ്റ്യൻസ് എഴുതാൻ വരും കേട്ടോ. ഇനി അടുത്ത യോജിപ്പിക്കാനാണ്. യോജിപ്പിക്കാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് കൊടുത്തിക്കണല്ലേ, ഏതാണ് വരിക? ഹിജ്റ കലണ്ടർ ആണ് കേട്ടോ. ആമുർ റമാദ് പറഞ്ഞാൽ ചാരവർഷമാണ്, എല്ലാവർക്കും ഒരേ. പക്ഷെ നടന്നത് എന്നാണ്? ഹിജ്റ 18. ഇവിടെ വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് എഴുതേണ്ടത് കേട്ടോ. അസ്ലം റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഉമർ റളിയല്ലാഹുവിന്റെ ഭൃത്തനായിരുന്നു. അപ്പൊ അത് കൊടുക്കുക. ജിസിയ എന്നുള്ളതിന്റെ മലയാളാണ് എന്ത്? നികുതി. സുൽഹ് എന്നുള്ളതിന്റെ മലയാളാണ് സമാധാന കരാറ്. ബൈത്തുൽ മാൽ എന്നുള്ളതിന്റെ മലയാളാണ് പൊതുഖജനാവ്. അബ്ദുല്ലാഹി ഇബ്നു സബഹ് ആരാണ്? മുനാഫിക് അല്ലെ. ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തിയ മുനാഫിക്കിന്റെ പേരാണ് എന്ത്? അബ്ദുല്ലാഹി ഇബ്നു സബഹ്. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നല്ല പോലെ പഠിക്കുക. പരീക്ഷയ്ക്ക് പരമാവധി ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിദ്യാർത്ഥികൾക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.